ഇന്നും രാവിലെ ഓഫീസ് ക്യാമ്പിലോട്ട് ഓടിക്കയറുന്നതിനിടയിൽ കണ്ടു കാറിൽ ചാരി നിന്ന് എന്നെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന ആ മിഴികൾ. പതിവുപോലെ കണ്ടിട്ടും കാണാത്ത പോലെ തന്നെ വണ്ടിയിൽ കയറി. എന്നു മുതലാണ് ആ കണ്ണുകൾ എന്നെ പിന്തുടരാൻ തുടങ്ങിയത് എന്നറിയില്ല. ഞാൻ ആദ്യമായി ആളെ കണ്ടത് 2 വർഷങ്ങൾക്ക് മുമ്പ് വിരസമായൊരു വെള്ളിയാഴ്ച കുർബാന കഴിഞ്ഞ് പള്ളിയിലെ ഏകാന്തതയിലിരിക്കുമ്പോഴാണ്. കുറേ കാലമായി നിശബ്ദതയെ ഞാൻ വല്ലാതെ പ്രണയിക്കുന്നു. പരിഭവങ്ങളെല്ലാം ഈ 6 വർഷങ്ങളായി ദൈവത്തോട് പലതവണ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനും ഒന്നും ഉണ്ടായില്ല. അടുത്ത് ആരോ വന്നിരുന്നെങ്കിലും ശ്രദ്ധിച്ചില്ല. "ഹലോ മാഷേ" എന്ന വിളി കേട്ടപ്പോഴാണ് തല ഉയർത്തി നോക്കിയത്. ആദ്യം കണ്ടത് പുഞ്ചിരിക്കുന്ന കണ്ണുകളും തെളിഞ്ഞ നുണക്കുഴികളുമായിരുന്നു. പെട്ടെന്ന് മനസ്സിൽ അറിയുന്ന ആരെങ്കിലും എന്ന് ആലോചിച്ചു. ഇല്ല, അറിയില്ല. "എന്താ മാഷേ, ഒത്തിരി പ്രാർത്ഥിക്കാനുണ്ടെന്ന് തോന്നുന്നല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ഇരിക്കുന്നത് കാണാമല്ലോ. ദൈവത്തെ എങ്ങനെ വിഷമിപ്പിക്കരുത് കേട്ടോ." എനിക്ക് അയാൾ എൻ്റെ ഏകാന്തതയുടെ സുഖത്തിലേക്ക് കയറി വന്ന ശല്യമായിട്ടാണ് തോന്നിയത്. മുഖത്തത് വരികയും ചെയ്തു. "എടോ, ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് ചിരിച്ചെങ്കിലും കാണിക്കാം കേട്ടോ." അതുകൂടി കേട്ടപ്പോൾ എന്തോ വല്ലാത്ത ദേഷ്യം വന്നു. ഒന്നും പറയാതെ ഇറങ്ങി നടന്നപ്പോൾ ആൾ പുറകെ ഓടി വരുന്നുണ്ടായിരുന്നു. "എടോ, ജൂലി എന്നല്ലേ പേര്? ഞാൻ എബി. ഇവിടെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നു. കുറേ കാലമായി തന്നെ കാണാറുണ്ട്. ഒന്ന് പരിചയപ്പെടാം എന്ന് കരുതി." എനിക്കെന്തോ ഒന്നും പറയാൻ തോന്നിയില്ല. അല്ലെങ്കിലും ഈ മണലാരണ്യത്തിൽ പറിച്ചു നട്ടതിൽ പിന്നെ എൻ്റെ പഴയ വായാടിത്തരം എവിടെയോ നഷ്ടമായിരുന്നു. ഇപ്പോൾ നാവ് ചലിക്കുന്നത് തന്നെ ഓഫീസിൽ മാത്രമാണ്. "താൻ എന്താടോ ഒന്നും മിണ്ടാത്തേ? ജൂലി ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ." "ഇയാൾക്കെങ്ങനെ എന്നെ അറിയാം?" "ഭാഗ്യം, അപ്പോൾ നാക്ക് അവിടെ തന്നെ ഉണ്ടല്ലേ." പിന്നെ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. തിരിഞ്ഞു നടന്നു. റൂമിലെത്തി ബെഡിലോട്ട് വീണു. ഇപ്പോൾ അവധി ദിവസങ്ങളിൽ പള്ളിയിൽ നിന്ന് വന്നാൽ ഒരാശ്രയം കട്ടിൽ മാത്രമാണ്. ഞാൻ എത്ര മാറിയിരിക്കുന്നു. നന്നായി ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരെയും കഴിപ്പിക്കാൻ എന്ത് ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അടുക്കളയിൽ കയറുന്നത് തന്നെ അപൂർവമാണ്. ബ്രെഡ് അല്ലെങ്കിൽ കുബൂസ്. കറി വെക്കുന്നത് വല്ലപ്പോഴും മാത്രം. അല്ലാതെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്ത ആളായിരുന്നു. കിടന്നു കിടന്നു ഉറങ്ങിപ്പോയി. സ്വപ്നത്തിൽ ഇന്നും എത്തി നാടും വീടും കുസൃതികളും. എഴുന്നേറ്റപ്പോൾ പിന്നെയും നഷ്ടബോധത്തിൻ്റെ വിങ്ങൽ മനസ്സിൽ നിറഞ്ഞു. വീട്ടിൽ വിളിച്ചപ്പോൾ മമ്മ അനിയൻ്റെ ഫീസിൻ്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. എന്തോ പൈസയുടെ കാര്യം കേട്ടപ്പോൾ പതിവ് പോലെ ദേഷ്യം വന്നു. സാലറി കിട്ടുമ്പോൾ ഇടാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പിന്നെ ആലോചിച്ചപ്പോൾ തോന്നി, പാവം അമ്മ വേറെ ആരോട് പറയാനാണെന്ന്. 6 വർഷങ്ങൾക്ക് മുൻപ് ജോലി കണ്ടുപിടിക്കാൻ വിമാനം കയറുമ്പോൾ നഷ്ടങ്ങളുടെ പട്ടിക മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ഓട്ടത്തിൻ്റെ ഇടയിലാണ് ഡാഡി പെട്ടെന്നൊരു ദിവസം കുഴഞ്ഞു വീണത്. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഡാഡി ഞങ്ങളെ വിട്ടുപോയിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. എത്ര പെട്ടെന്നാണ് കളിച്ചിരികൾ മാത്രമുണ്ടായിരുന്ന വീട് ഉറങ്ങിപ്പോയത്. ബിസിനസ് ആവശ്യത്തിന് എടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ പറഞ്ഞ് ബാങ്കുകാർ വന്നപ്പോഴാണ് ലോൺ ഉണ്ടായിരുന്ന കാര്യം പോലും അമ്മ അറിയുന്നത്. ഉണ്ടായിരുന്നതെല്ലാം വിറ്റ് വാടക വീട്ടിലോട്ട് മാറുമ്പോൾ കൂടെ എൻ്റെ സ്വപ്നങ്ങളും കുഴിച്ചു മൂടിയിരുന്നു. അനിയൻ്റെ പഠനവും വാടകയും ബാക്കി കടങ്ങളും മാത്രമായിരുന്നു മനസ്സിൽ. ബന്ധുക്കളെല്ലാം ഞങ്ങൾ ബാധ്യതയാകുമെന്ന് പറഞ്ഞപ്പോൾ വാശി കൂടി. മനക്കരുത്ത് മാത്രം കയ്യിൽ വെച്ച് ദുബായിൽ വന്ന് ജോലി കണ്ടുപിടിച്ചപ്പോഴേക്കും പഴയ ജോലി മാറിയിരുന്നു. എന്നും കൂട്ടുകാരുടെ നടുക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഞാൻ എല്ലാ ബന്ധങ്ങളും മനഃപൂർവ്വം ഒഴിവാക്കി. ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ഡിലീറ്റ് ചെയ്തു. അന്നത്തെ മാനസികാവസ്ഥയിൽ അങ്ങനെ തോന്നി. ആകെ മിണ്ടുന്നത് ഓഫീസിലും റൂമിലുള്ള ഫിലിപ്പിനോ മാഗിയോടും. അതും ആവശ്യത്തിന് മാത്രമായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ പനിക്കോള് പോലെ തോന്നി. എന്നാലും ഓഫീസിലോട്ടിറങ്ങി. ഇന്നും ഉണ്ട് ആ ഉണ്ടക്കണ്ണുകൾ അവിടെ. പതിവ് പോലെ കണ്ടില്ലാന്ന് നടിച്ചു. ഓഫീസിൽ ചെന്നപ്പോൾ പനി കൂടി. പാരസെറ്റമോൾ കഴിച്ച് പിടിച്ചു നിന്നു. വൈകിട്ട് വന്ന് കട്ടിലിൽ കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. രാവിലെ എണീക്കാൻ വയ്യാത്തതുകൊണ്ട് വരുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞു. മരുന്നെടുക്കാൻ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. മാഗി, നീ ഇന്ന് പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ മിണ്ടാൻ വയ്യാത്ത പോലെ. കോളിംഗ് ബെൽ അടിക്കുന്നതും വാതിൽ തുറന്ന് ആരോടോ സംസാരിക്കുന്നതും കേട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ "എടോ മാഷേ" എന്ന് വിളിക്കുന്ന ശബ്ദം. പക്ഷേ കണ്ണുകൾ തുറക്കാൻ പറ്റുന്നുണ്ടായില്ല.